CP-യുടെ ക്യാരക്ടർ ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് തന്നെയാ കെട്ടിടം പണി ഒരു ഇഷ്യൂ ആക്കണ്ട വിട്ടുകളയാന്ന് ഞാൻ പറഞ്ഞത്. മോളെ, നീ ഒരു പെണ്ണ. നിനക്ക് താഴെയുള്ളതും 2 പെൺകുട്ടികളാ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന 3 പെൺകുട്ടികൾക്ക് അത്ര നല്ല ഇടമല്ല നമ്മുടെ ഈ ലോകം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികളാണ് ഞങ്ങള്. അതുകൊണ്ട് എന്ത് മുൻകരുതലാണ് ഞങ്ങൾ എടുക്കണ്ടേ? മുഖത്ത് നോക്കി ആഭാസത്തരം പറയുന്ന ഒരുവനോട് പിന്നെ എങ്ങനെയാ പെരുമാറണ്ടേ? മരിച്ചുപോയ എന്റെ പപ്പയെ കുറിച്ച് അയാൾ അസഭ്യം പറഞ്ഞത്. ഏലിയമ്മ പിള്ളേരും വന്നു കാണും. വീടിന്റെ താക്കോൽ എന്റെ കയ്യില. ഇറങ്ങട്ടെ. കുരുവിള സാറേ, എന്താ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോയി. CP വെറുതെ ഇരിക്കില്ലെന്ന് നമ്മൾ അപ്പോഴേ പറഞ്ഞല്ലേ. നീ കാര്യം പറ. 2 ദിവസത്തിനായി ഇവര് വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. ഒരു മുന്നറിയിപ്പില്ലാതെ എടിപിടി എന്ന് പറഞ്ഞാൽ ഇവരിത് എങ്ങോട്ട് പോകും? അത് കുരുവിള സാറേ, ഇത്രയും കാലം വാടക വാങ്ങാതെ വീട് തന്നില്ല അങ്കിൾ. അച്ഛൻ സഖാവിനോടുള്ള കടപ്പാടിന്റെ പേരിൽ അതേ കൂടുതൽ പ്രതീക്ഷിക്കാൻ പാടുണ്ടോ? നേരെ ഒരുപാടായില്ലേ. അങ്കിൾ ഇറങ്ങിക്കോ. അമ്മച്ചി, ഞാൻ പറയുന്നു, എന്റെ കൺവട്ടത്ത് നിന്നെ കണ്ടുപോകരുത്. പറക്കമുറ്റാത്ത പെൺകുഞ്ഞുങ്ങളുമായി ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടുപെടുന്ന പെണ്ണ് അവള്. അവളെ കൂവി തോൽപ്പിച്ചിട്ട് ജയിച്ചു വന്നിരിക്കുന്നു ചെത്തിമറ്റത്തെ പൊന്നുമോൻ. എടാ, ഒരു നിമിഷം നീ ഞങ്ങളുടെ ജീവിതം ഓർത്തില്ലല്ലോ. ആലീസിനെ പരിചയപ്പെട്ടപ്പോ, അവളുടെ ജീവിതം അറിഞ്ഞപ്പോ അവളിൽ ഞങ്ങളെ തന്നെയാടാ ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ ചെറുപ്പോ ഞങ്ങളുടെ ജീവിതമാ കണ്ടത്. അതുകൊണ്ടാടാ അവള് ചെത്തിമറ്റത്തെ മരുമോളായി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. നിനക്കതൊന്നും വിധിച്ചിട്ടില്ല. നീ വലിയ സർസിപ്പിയല്ലയോ, എല്ലാം തികഞ്ഞവനല്ലയോ. അമ്മച്ചി എന്നാ പറഞ്ഞത്? അമ്മച്ചി എന്നാ പറഞ്ഞ ഞാൻ കേട്ടില്ല. ചെന്ന് ചോദിക്കേ. താനെന്ന് അറിയിക്കോ. കണക്കും പേപ്പറും ഒക്കെ തോമാച്ചൻ ഏൽപ്പിച്ചില്ലയോ? എന്നാടോ? പ്ലാൻ തോട്ടത്തിൽ അച്ഛൻ വഴി അമ്മച്ചിമാര് പ്രപ്പോസൽ വെച്ചത്. പള്ളിമേടെ വെച്ച് ആലീസായിട്ട് സംസാരിച്ച് അതങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. ഈശ്വര, മാഷ സെക്കൻഡ് പേപ്പർ എടുത്തിട്ടില്ല. അത് പിന്നെ പോട്ടേന്ന് വെക്കാം. കാലത്തെ പല്ല് തേക്കാതെ എങ്ങനെയാ? രാമങ്കൽ ഷാപ്പിലാണ്, അവിടെ ചെന്ന് പല്ല് തേക്കാം. അത് കുഴപ്പമില്ല. ഈ പല്ല് തേക്കാതെ കല്ല് കുടിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. ആലീസിന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോ പോണത്. വാതല അടച്ചിരിക്കുകയാണല്ലോ. മാഷൊന്ന് പോയി നോക്കിക്കേ. അല്ല, മാസ്റ്റർ CP ഒരുമിച്ച് നോക്കിയാ പോരെ? അല്ല, മാസ്റ്റർ നോക്കാം. ആരുള്ള ലക്ഷണം ഇല്ലല്ലോ, അനക്കൊന്നുമില്ല. ഇവിടെ താമസിക്കുന്ന ആലീസ് എന്തിനാ വെടിക്കെട്ട് നടത്താനാ? കണ്ടില്ല, അതാ. അവരിന്ന് പുലർച്ചെ വീട് ഒഴിഞ്ഞു. ഒഴിഞ്ഞോ? എങ്ങോട്ടാ പോയേ? അതെ, തന്തയും തള്ളയില്ലാത്ത 3 പെൺകുട്ടികളാ. അവരെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി നിങ്ങൾ ദ്രോഹിച്ചു. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ഇല്ലെങ്കിലേ ഒടയതമ്പുരാൻ പൊറുക്കുകയല്ല.
മാഷേ മാഷക്ക് ഒരു കാര്യം അറിയോ? ഈ CP കോളേജ് എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടമല്ല. എന്റെ മനസ്സറിയുന്ന കൂടപ്പിറപ്പാ. CPക്ക് വലിയ സങ്കടം വരുമ്പോ ദാ ഇവിടെ എവിടെയെങ്കിലും വന്നിരിക്കും. ദേഷ്യവും വിഷമവും എല്ലാം ദാ ഇവനോട് പറയും. പതിയെ എന്റെ മനസ്സങ്ങ് തണുക്കും. പക്ഷെ ഇപ്പൊ കണ്ടോ, ദാ ഇവന് തന്നെ കൈവിടുക. പക്ഷെ ആലീസിനെ CP ഒരുപാട് കരയിച്ചില്ലേ? എന്തിനാ മാഷെ CP ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മോൻ ആരെയും കരയിച്ചിട്ടില്ല. ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലിട്ട് പോണ്ട. കുറച്ചും കൂടി ഞാൻ എടുത്തേ. എവിടുന്ന് തീർന്നു? ഓ എന്നാ പിന്നെ വാ, ഏതെങ്കിലും ബാർ തുറപ്പിക്കാം. ഈ സമയത്ത് ബാർ അതൊക്കെ തുറപ്പിക്കാന്ന്. വണ്ടി എടുക്ക. ജി സാബ്. എന്നാ തുറപ്പിക്കാം. വണ്ടി ഏതെങ്കിലും ബാറിലേക്ക് വിടറോ? സിമോനെ, CP മോനെ, ആ, വീടെത്തി. വീട് വീടെത്തിയോ? ആ പതുക്കെ. ആരാ കൊണ്ടാക്കിയെന്ന് ചോദിച്ചാ വാച്ച്മാനെന്ന് പറഞ്ഞാ മതി. എന്റെ പേര് പറയല്ലേ. ചെല്ല CP മോനെ, ടാറ്റാ. സാബ് മേ ഡാ, നീ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന്? പോയി ഔട്ട് ഹൗസിൽ കിടന്നു. കുടിയന്മാർക്കുള്ള സ്ഥലമല്ലിത്.